ഹായ് ഓൾ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ മോട്ടോ G45 5G സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. മോട്ടോയുടെ അടുത്തായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണാണത്. ഓഗസ്റ്റ് 21-നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ചിങ്ങിന് ഒരുങ്ങുന്നത്. 15,000 രൂപയുടെ അണ്ടറിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഫോൺ കമ്പയർ ചെയ്ത് 15,000 രൂപയ്ക്ക് മറ്റ് സ്മാർട്ട് ഫോൺസിനെ പറ്റിയും ചർച്ച ചെയ്യുന്നതാണ്. അത് ഈ വീഡിയോയുടെ എൻഡിങ്ങിലായിരിക്കും. അപ്പോൾ കൂടുതൽ സമയം കളയാതെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയി പരിശോധിക്കാം. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 6S Gen 3 പ്രോസസ്സറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ക്ലോക്ക് സ്പീഡ് ചെയ്തിരിക്കുന്നത് 2.3 GHz-ലാണ്. ഇതിന്റെ അന്തർ സ്കോർ വരുന്നത് 4 lakhന് മുകളിലാണ്. 6nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്ത പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 6S Gen 3. 8 കോറുള്ള CPU ആണിത്. 2 പെർഫോമൻസ് കോർസും അത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.3 GHz-ലും 6 എഫിഷ്യൻസി കോർസും അത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2 GHz-ലുമാണ്. 64 ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഒരു പ്രോസസ്സറാണ്. ഇതിൽ വരുന്ന GPU Adreno 619 ആണ്. ആവറേജ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 6S Gen 3. പെർഫോമൻസ് നോക്കിയാൽ 6-10-1 പ്രോസസ്സറായി സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ചിപ്സെറ്റും നൽകുന്നത്. പക്ഷേ സ്ലൈറ്റ്ലി ഇതിൻ്റെ പെർഫോമൻസ് 6 Gen 1-നേക്കാൾ കുറച്ച് കുറവാണ്. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ LPDDR4Xന്റെ 4GB RAM 6GB RAM എന്ന ഓപ്ഷൻസ് ആണുള്ളത്. UFS 2.2ന്റെ 128GB 256GB എന്ന വേരിയൻസും ഉണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഈ ഫോണിനുണ്ട്. അപ് ടു 1 TB വരെ സപ്പോർട്ട് ചെയ്യും. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ LCD പാനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. HD+ ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 6.5 ഇഞ്ചാണ് ഇതിന്റെ സൈസ്. 240 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിലേക്ക് നോക്കിയാൽ LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഫുൾ HD+ വരെയാണ് മാക്സിമം റെസൊല്യൂഷൻ. ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് മാത്രമേ ഡിസ്പ്ലേ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി ക്യാമറയിലേക്ക് വന്നാൽ ഡുവൽ ക്യാമറ സിസ്റ്റമാണ് റിയർ സൈഡിൽ നൽകിയിരിക്കുന്നത്. 50 MBയുടെ പ്രൈമറി സെൻസറും 2 MBയുടെ മാക്രോ സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. 50 MBയുടെ മെയിൻ സെൻസറിൽ 1080p 30 FPS വരെ മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. സെക്കൻഡറി തന്നിരിക്കുന്ന മാക്രോ ക്യാമറയിൽ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 60 MBയുടെ സെൽഫി ഷൂട്ടറാണ് നൽകിയിരിക്കുന്നത്. 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. ക്യാമറയും ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ കാഴ്ചവെക്കുകയുള്ളൂ. ഇനി ബാറ്ററിയിലേക്ക് വന്നാൽ 5000 mAhന്റെ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. 20 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമുണ്ട്. Type C ആണ് തന്നിരിക്കുന്നത്. ഇവിടെ വരുന്ന സോഫ്റ്റ്വെയർ Hello UI ബേസ്ഡ് ഓൺ Android 14 ആണ്. ഇനി ഡിസൈൻ ആൻഡ് കളറിലേക്ക് വന്നാൽ മോട്ടോ G സീരീസിൽ വരുന്ന ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഫോണിന്റെ തിക്നെസ് 8.0 mm ആണ്. 183 grams ആണ് ഇതിന്റെ വെയിറ്റ്. 3 കളർ വേരിയൻസ് ആണ് വരുന്നത്. ബ്രില്യൻ ബ്ലൂ, ബ്രില്യൻ ഗ്രീൻ, വിവ മജന്ത, ഇങ്ങനെ 3 കളർ വേരിയൻസ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് വീഗൻ ലെതർ ആണ് തന്നിരിക്കുന്നത്. IP52ന്റെ ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഇനി അതർ ഫീച്ചേഴ്സ് നോക്കിയാൽ 12 5G സിം, Wi-Fi 5, Bluetooth 5.1, ഡോൾബി സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ്, NFC സപ്പോർട്ട് എന്നിവയാണ് മറ്റ് ഫീച്ചേഴ്സുകൾ. ഇനി കൺക്ലൂഷനിലേക്ക് വന്നാൽ ഒരു മോട്ടോറോള ഫോൺ വേണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് മോട്ടോ G45. പക്ഷെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം 15,000 രൂപയുടെ അണ്ടറിൽ ഇതിനും ബെസ്റ്റ് സ്പെസിഫിക്കേഷൻ നൽകുന്ന സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ കുറച്ച് സ്മാർട്ട് ഫോൺസിനെ പറ്റി ഇവിടെ പറയാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഒപ്പോ ഡിവൈസാണ് വേണ്ടെങ്കിൽ 15,000 രൂപയുടെ അണ്ടറിൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഒപ്പോ K12X സ്മാർട്ട് ഫോൺ. ഇനി നിങ്ങൾ ഒരു റെഡ്മി ഡിവൈസാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് റെഡ്മി 35G. 15,000 രൂപയുടെ അണ്ടറിൽ ബെസ്റ്റ് ഓപ്ഷനാണത്. ഒരു സാംസങ് ഡിവൈസാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപയുടെ അണ്ടറിൽ കിട്ടുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് സാംസങ് M34. ഒരു പോക്കോ സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപയുടെ അണ്ടറിൽ കിട്ടുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് പോക്കോ X6 Neo. ഒരു റിയൽമി സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപയുടെ അണ്ടറിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽമി P1. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 15,000 രൂപയുടെ അണ്ടറിൽ വരുന്ന എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ സ്മാർട്ട് ഫോൺസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ
ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.